ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ അതിരാവിലെ എവിടെയെന്ന് വെച്ചാൽ പോകുന്നത് നമ്മളെ മാർക്കറ്റിലാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ ഷോപ്പിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പോവും. അപ്പം ഇതുവരെ റീൽസ് ഇടാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ നടക്കുന്നില്ല. അപ്പം അതിരാവിലെ നമ്മൾ ഏതാണ്ട് 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. മാമനാരം ചന്തയിലാണ് പോണ വഴിക്ക് ഇതാ അമ്പലങ്ങളും അവിടെ ഇവിടെയൊക്കെ തുറക്കാറായിട്ടുണ്ട്. 4-5 മണിയാകുമ്പോൾ തുറക്കുമല്ലോ എല്ലാ അമ്പലം. അങ്ങനെ നേരെ നമ്മൾ ആ വാവനാരം ജംഗ്ഷനിലോട്ട് കയറുന്നു. അവിടെ കയറിയതിന് ശേഷം നേരെ നമ്മളിനി ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. നേരെ മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റിലോട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നേരത്തെ വരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് താമസിക്കും. കാരണം മാർക്കറ്റിൽ ഒരുപാട് ആളായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യക്കുട്ടിനോട് ഉറക്കം കിടത്തിയിട്ടാണ് വന്നത്. അതാ അമ്മയുടെ കോള് വന്നിട്ടുണ്ട്. ആദ്യം മിക്കവാറും ഉണർന്ന് കാണും. ഉണർന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് തിരക്കും, പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. നമ്മളെ പരിചയത്തിലുള്ള ആൾ തന്നെ. അപ്പോൾ അവരുടെ അടുത്താണ് പോകുന്നത്. അവർ പോകുമ്പോഴത്തേക്കിന് നമ്മൾ ആ ലിസ്റ്റ് മേടിച്ച് സാധനങ്ങൾ തൂക്കി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ഇഷ്ടം പോലെ സാധനം വന്ന് കിടക്കും. പക്ഷെ മലക്കറിക്ക് നല്ല റേറ്റാണ് കേട്ടോ. ഈ സമയത്തറിയില്ല, വൃശ്ചിക മാസം ആയതുകൊണ്ട് ഭയങ്കര റേറ്റാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എടുക്കാം. വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി ഉള്ളി, പിന്നെ സവാള, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അരച്ചാക്ക് 1 ചാക്ക് വെച്ചൊക്കെ നമ്മൾ എടുക്കും. അങ്ങനെ പുലർന്ന് വന്നത് നമ്മൾ ഒരുവിധമൊക്കെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ കാറകത്ത് കയറ്റിയിട്ട് കാറിനകത്ത് നമുക്കെല്ലാം സെറ്റ് ചെയ്തിടണം. ടാർപ്പൊക്കെ വിരിച്ച് കംപ്ലീറ്റ് വിരിച്ചതിന് ശേഷം, ഞാൻ ഇതിന് മുന്നേ ഒരു സാധനം പോലും കാറിനകത്ത് കയറ്റാത്ത ഞാനായിരുന്നു. ജീവിക്കണ്ടേ, ഓരോ കാര്യങ്ങളെ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ കാറിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, അധികം ലോഡൊന്നും കയറ്റത്തില്ല കേട്ടോ. കുറച്ച് നമ്മളെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിനും താഴെ ഞാൻ കയറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 വീലറിൽ വന്ന് ബാക്കി സാധനങ്ങളങ്ങ് എടുക്കും. ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത്. ബാക്കി എല്ലാം അമരയ്ക്കാവട്ടെ വെണ്ടയ്ക്കാവട്ടെ എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് എടുക്കും. പിന്നെ തക്കാളിക്ക് ഭയങ്കര റേറ്റ്. അങ്ങനെ നമ്മൾ അരപ്പെട്ടി എടുക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അരപ്പെട്ടി തക്കാളിയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. പക്ഷെ ഭയങ്കര റേറ്റ് ആവുകൊണ്ട് പറ്റുന്നില്ല. ഇതാണ് ചുമടെന്ന് വെച്ചാൽ, അടുത്ത പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചാക്കിൽ ചുമന്നുകൊണ്ട് പോകണം. പിന്നെ ഫുൾ ചാക്കാണെങ്കിൽ അവർ ചാക്ക് വണ്ടിയിൽ കയറ്റിയിട്ട് തരും. അതിന് 20 രൂപ 30 രൂപയൊക്കെ കൊടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ കയറ്റിയിട്ടുണ്ട്. കൊല കയറ്റി ബാക്കിയെല്ലാം എടുക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം തിരക്കും കാര്യങ്ങളും ഒക്കെ ആവുകൊണ്ട് അത് നേരെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കയറ്റി നമ്മൾ ചായ കുടിക്കുന്ന അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കടയിലോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെപ്രാളപ്പെട്ടാണ് പോകുന്നത്. ഷോപ്പ് തുറക്കണം, ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അതൊരു ടാസ്ക്കാണ്. ഈ സാധനങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ പറക്കി വെക്കുന്നതാണ് ടാസ്ക്. അപ്പം എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം സെറ്റ് ചെയ്ത്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സമയം കിട്ടുന്നില്ല സത്യം പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ.